എൻ്റെ പൊന്നുമോളെ, എൻ്റെ ഡിസിഷനിൽ യാതൊരു മാറ്റമില്ല. എൻ്റെ വർക്കും എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഉള്ളൂ. നീ വേണേൽ പോയി കെട്ടി പണ്ടാരടങ്ങി എന്തോ ചെയ്യും. എടി ചാരു, വിഷയം അതല്ലടി. ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് നമുക്ക് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് മാക്രി മാതാമ പറഞ്ഞത്. കുറെ നാളായി ഞാൻ കേൾക്കാൻ നോട്ട്. ആരാടി നിന്റെ മാക്രി? ഈ മാക്രി അല്ല, കോപ്രി മാതാമ. പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ റീലൊക്കെ പ്രൊമോഷൻ മറ്റേ മോട്ടിവേഷൻ റീലുണ്ടല്ലോ, അതൊക്കെ ഇടുന്ന ആളാ. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിന്റെ ഈ മദാമ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അവിടെയാണ് പോയിന്റ്. എടി, അവര് കല്യാണം കഴിക്കാണ്ടാണോ ബാക്കിയുള്ളവരെ കെട്ടിക്കാൻ നടക്കുന്നത്? എടി, അവര് പറയുന്നത് എന്താണെന്നറിയോ? കല്യാണം കഴിക്കണമെന്നല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള ദാമ്പത്യ ജീവിതമൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്നാ. എപ്പോഴും 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 ഈ വിചാരം മാത്രമേ ഉള്ളൂ. അയ്യേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അതിനു വേണ്ടി പോയി കല്യാണം കഴിച്ചിട്ട് നീ എന്തോ കാണിച്ച് അങ്ങ് ജീവിക്ക്, എന്നെ വിട്ടേക്ക്. അതെ, എനിക്ക് കുറച്ച് വികാരമൊക്കെ ഉള്ള ഒരു മനുഷ്യരെ ഞാൻ കേട്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഏത് പ്രായത്തിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പോകുന്നത്? എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, കേട്ടല്ല? നിന്നോട് ഞാൻ ഏതെങ്കിലും നല്ല കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാൻ വന്നിട്ടുണ്ടോ? നീ അതിനെല്ലാം കുറെ മുടന്ന ന്യായങ്ങളും എതിർപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഈ മടൽ എവിടെ പോയി? ഈ മടലെടുത്ത് ഞാൻ മണ്ടക്കടിക്കണം നിന്റെ അടുത്ത് ചോദിക്കാൻ വന്നതിന്. എവിടെ പോയി? എടി ചാരു, എടി ഒറ്റയ്ക്കാക്കിട്ട് പോവാതടി. ഞാൻ പറയുന്നു അപ്പൊ പ്ലാൻ വേറെ ഒന്നുമില്ല. നമ്മൾ നേരെ അവളെ വരെ പിക്ക് വിടും, ബസ്സിനോട് വീട് നമ്മൾ ഊട്ടിക്ക് വിടുന്നു, അവിടെ ചെല്ലുന്നു, നമ്മൾ റൂം എടുക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. എന്തുവാ? അല്ല, അടിച്ചു പൊളിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനും ശ്യാമും കൂടെ ഒരു ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? പോയിട്ട് വാ, ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. അല്ല, അതല്ല, ഈ മസനഗുടി വഴി ഊട്ടിക്ക് ഒരു സാധനം, നമ്മളെല്ലാരും കൂടെ 2 ദിവസത്തെ ട്രിപ്പ്, കാർ ബൈ ഗോൺ. 2 ദിവസമോ? നമ്മൾ ഒരുമിച്ചോ? നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് വിചാരിച്ചിരിക്കണേ? ഞങ്ങൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാരാ, അങ്ങനെ നമ്മൾ എവിടെ ഇറങ്ങി വരില്ല. നമ്മൾ പിന്നെ ഈ വയലിലല്ലേ ജനിച്ചു വീണത്. കാര്യമാക്കണ്ട. ഓ, ഒരു സിനിമയ്ക്ക് പോയാലോ? ഊട്ടിയിൽ നല്ല തിയേറ്റർ ഉണ്ട്, അവിടെ വേസിയുടെ ആവശ്യമില്ല, നല്ല തണുപ്പ്. സിനിമയ്ക്ക് ഊട്ടി വരും. ഒരു ട്രിപ്പ് പോവും, സിനിമയും കാണാം. എന്തിനാ ഇത്ര തണുപ്പത്ത് ഇവിടെ പോകുന്നത്? സിനിമ കാണാം. അല്ല, ഇവിടെ എവിടെയെങ്കിലും സിനിമയ്ക്ക് പോവാം. അതും നോക്കാം അല്ലേ? നോക്കാം. ഇവിടെ കുഴപ്പമില്ല, സിനിമയ്ക്ക് പോവാം. സെറ്റ്. എന്നാ ഞാനും സെറ്റ്. അപ്പൊ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വന്ന് പിക്ക് ചെയ്യാം. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ശരി, എന്നാ പോട്ടെ. ശരി. പെട്ടെന്ന് വണ്ടി ഇട്, ഏതെങ്കിലും കന്നഡ പടത്തിന് ടിക്കറ്റ് എടുക്കാം. കന്നഡ പടം ഗുണ്ടൂർ മാമി എന്ന് പറഞ്ഞ പടം ഓർമ്മയുണ്ട്. അത് ഏപ്പടമില്ലേ? 4 ടിക്കറ്റ് എടുക്കണം. എടാ, അങ്ങറ്റത്തും ഇങ്ങറ്റത്തും എടുക്കണം. ബാൽക്കണി എടുത്തു. അല്ല, ബാൽക്കണി എടുത്താൽ താഴെ എടുത്താൽ മതി. സ്റ്റാർട്ടാക്കിയിട്ട് വാ. എനിക്കും കൂടെ സൈഡ് ടിക്കറ്റ് എടുക്കണേ.